സക്സസ് ഫയലിലേക്ക് സ്വാഗതം. ഇന്നത്തെ സെലക്ട് ചെയ്തിട്ടുള്ള ചോദ്യങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. 100 ചോദ്യങ്ങളാണ്. മുഴുവൻ ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ചോദ്യം, ഗുരുത്വാകർഷണ ത്വരണം ഏറ്റവും കൂടുതലുള്ള ഗ്രഹം. ഗുരുത്വാകർഷണ ത്വരണം ഏറ്റവും കൂടുതൽ ഉള്ള ഗ്രഹം വ്യാഴമാണ്. വ്യാഴം. തൊമ്മൻകുത്ത്, തേന്മാരിക്കുത്ത് വെള്ളച്ചാട്ടങ്ങൾ ഏത് ജില്ലയിലാണ്? തൊമ്മൻകുത്ത്, തേന്മാരിക്കുത്ത് എന്നീ വെള്ളച്ചാട്ടങ്ങൾ ഏത് ജില്ലയിലാണ്? ഇടുക്കി ജില്ലയിലാണ്. ഇടുക്കി ജില്ല. രാജിവെക്കാൻ ഉദ്ദേശിക്കുന്ന പക്ഷം മുഖ്യമന്ത്രി ആർക്കാണ് രാജിക്കത്ത് നൽകേണ്ടത്? രാജിവെക്കാൻ ഉദ്ദേശിക്കുന്ന പക്ഷം മുഖ്യമന്ത്രി ആർക്കാണ് രാജിക്കത്ത് നൽകേണ്ടത്? ഗവർണർക്കാണ്. ഗവർണർക്ക്. സലീം അലിയുടെ പേരിൽ അറിയപ്പെടുന്ന പക്ഷി സങ്കേതം ഏതാണ്? സലീം അലിയുടെ പേരിൽ അറിയപ്പെടുന്ന പക്ഷി സങ്കേതം തട്ടേക്കാട് പക്ഷി സങ്കേതമാണ്. തട്ടേക്കാട് പക്ഷി സങ്കേതം. മൂപ്പെത്താതെ അടക്ക വാടി വീഴുന്ന രോഗം. മൂപ്പെത്താതെ അടക്ക വാടി വീഴുന്ന രോഗമാണ് മാഹാളി. രോഗത്തിന്റെ പേര് മാഹാളി. തലയോടിലെ അസ്ഥികളുടെ എണ്ണം. തലയോടിലെ അസ്ഥികളുടെ എണ്ണം 22 22. നബാർഡിന്റെ ആസ്ഥാനം. നബാർഡിന്റെ ആസ്ഥാനം മുംബൈയാണ്. നബാർഡിന്റെ ആസ്ഥാനം മുംബൈ. മർമ്മദ്രവ്യത്തിൽ വലക്കണ്ണികൾ പോലെ കെട്ടുപിണഞ്ഞ് കാണപ്പെടുന്നത്. മർമ്മദ്രവ്യത്തിൽ വലക്കണ്ണികൾ പോലെ കെട്ടുപിണഞ്ഞ് കാണപ്പെടുന്നത് ക്രോമാറ്റിൻ ജാലികയാണ്. ക്രോമാറ്റിൻ ജാലിക. ട്രാക്കികാർഡിയ എന്നാൽ എന്ത്? ട്രാക്കികാർഡിയ എന്നാൽ എന്ത്? കൂടിയ നിരക്കിലുള്ള ഹൃദയമിടിപ്പാണ്. കൂടിയ നിരക്കിലുള്ള ഹൃദയമിടിപ്പാണ് ട്രാക്കികാർഡിയ എന്നത്. കൂടിയ നിരക്കിലുള്ള ഹൃദയമിടിപ്പ്. ആരുടെ ആദ്യ കൃതിയാണ് ഗജേന്ദ്രമോക്ഷം വഞ്ചിപ്പാട്ട്? ഗജേന്ദ്രമോക്ഷം വഞ്ചിപ്പാട്ട് എന്നത് ശ്രീനാരായണ ഗുരുവിൻ്റെ കൃതിയാണ്. ശ്രീനാരായണ ഗുരുവിൻ്റെ ആദ്യത്തെ കൃതിയാണ് ഗജേന്ദ്രമോക്ഷം വഞ്ചിപ്പാട്ട്. കപ്പലോട്ടിയ തമിഴൻ എന്നറിയപ്പെടുന്നത്. കപ്പലോട്ടിയ തമിഴൻ വി.ഒ. ചിദംബരം പിള്ളയാണ്. വി.ഒ. ചിദംബരം പിള്ള. ഇന്ത്യയിൽ ഏറ്റവും അധികം കാണപ്പെടുന്ന കൽക്കരി ഇനം ഏതാണ്? ഇന്ത്യയിൽ ഏറ്റവും അധികം കാണപ്പെടുന്ന കൽക്കരി ഇനമാണ് ബിറ്റുമിനസ്. അപ്പിക്കോ പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവ് ആരായിരുന്നു? അപ്പിക്കോ പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവ് പാണ്ഡുരംഗ ഹെഡ്കെ. അപ്പിക്കോ പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവായിരുന്നത് പാണ്ഡുരംഗ ഹെഡ്കെ. ഐസോടോപ്പുകൾ കണ്ടെത്തിയത്. ഐസോടോപ്പുകൾ ഫെഡറിക് സോഡിയാണ്. ഐസോടോപ്പുകൾ കണ്ടെത്തിയത് ഫെഡറിക് സോഡി. കൊച്ചിയുടെ ശ്വാസകോശം എന്നറിയപ്പെടുന്ന വന്യജീവി സങ്കേതം. കൊച്ചിയുടെ ശ്വാസകോശം എന്നറിയപ്പെടുന്നത് മംഗളവനമാണ്. മംഗളവനം. സൂര്യനിലും മറ്റ് നക്ഷത്രങ്ങളിലും ദ്രവ്യം സ്ഥിതി ചെയ്യുന്ന അവസ്ഥ ഏത്? സൂര്യനിലും മറ്റു നക്ഷത്രങ്ങളിലും ദ്രവ്യം സ്ഥിതി ചെയ്യുന്നത് പ്ലാസ്മാവസ്ഥയിലാണ്. പ്ലാസ്മാവസ്ഥ. നെഗറ്റീവ് താപനില രേഖപ്പെടുത്താത്ത സ്കെയിൽ ഏതാണ്? നെഗറ്റീവ് താപനില രേഖപ്പെടുത്താത്തത് കെൽവിൻ സ്കെയിലാണ്. കെൽവിൻ സ്കെയിൽ. മോഹിനിയാട്ടത്തിന്റെ അമ്മ എന്നറിയപ്പെടുന്നത്. മോഹിനിയാട്ടത്തിന്റെ അമ്മ കലാമണ്ഡലം കല്യാണിക്കുട്ടിയമ്മയാണ്. കലാമണ്ഡലം കല്യാണിക്കുട്ടിയമ്മ. കേരളത്തിലെ സർക്കസ് കലയുടെ പിതാവായി അറിയപ്പെടുന്നത്. കേരളത്തിലെ സർക്കസ് കലയുടെ പിതാവ് കീലേരി കുഞ്ഞിക്കണ്ണനാണ്. കീലേരി കുഞ്ഞിക്കണ്ണൻ. ലിറ്റിൽ ബ്രെയിൻ എന്നറിയപ്പെടുന്ന തലച്ചോറിന്റെ ഭാഗം. ലിറ്റിൽ ബ്രെയിൻ. സെറിബെല്ലമാണ്. സെറിബെല്ലം. ഫോസിലുകൾ കാണപ്പെടുന്ന ശിലകൾ. ഫോസിലുകൾ കാണപ്പെടുന്നത് അവസാദ ശിലകളിലാണ്. ഫോസിലുകൾ കാണപ്പെടുന്ന ശിലകൾ അവസാദ ശിലകൾ. ആറ്റത്തിലെ ഭാരം കൂടിയ കണം ന്യൂട്രോൺ ആണ്. ആറ്റത്തിലെ ഭാരം കൂടിയ കണം ന്യൂട്രോൺ. ഗാന്ധിജി ഹരിജൻ പത്രം പ്രസിദ്ധീകരിച്ചത് ഏത് ഭാഷയിലാണ്? ഗാന്ധിജി ഹരിജൻ പത്രം പ്രസിദ്ധീകരിച്ചത് ഇംഗ്ലീഷിലാണ്. ഇംഗ്ലീഷ്. ഇന്ത്യയിൽ ഇപ്പോഴത്തെ കേന്ദ്രഭരണ പ്രദേശങ്ങളുടെ എണ്ണം 8. ഇന്ത്യയിലെ സംസ്ഥാനങ്ങളുടെ എണ്ണം എത്രയെന്ന് കമൻറ്റ് ചെയ്യുക. എടയ്ക്കൽ ഗുഹ സ്ഥിതി ചെയ്യുന്ന മല
അമ്പുകുത്തിമലയാണ്. എടയ്ക്കൽ മല സ്ഥിതി ചെയ്യുന്നത് അമ്പുകുത്തിമലയിലാണ്. എടയ്ക്കൽ ഗുഹ സ്ഥിതി ചെയ്യുന്ന ജില്ല ഏത് എന്ന് കമന്റ് ചെയ്യുക. കരിമീനിന്റെ ശാസ്ത്രീയ നാമം. കരിമീനിന്റെ ശാസ്ത്രീയ നാമമാണ് എട്രോപ്ലസ് സുരൈറ്റൻസിസ് എന്നത്. എട്രോപ്ലസ് സുരൈറ്റൻസിസ്. ഉൽക്കകൾ ഭൗമാന്തരീക്ഷത്തിലെത്തുമ്പോൾ കത്തുന്നതിന് കാരണമായ ബലം. ഉൽക്കകൾ ഭൗമാന്തരീക്ഷത്തിൽ എത്തുമ്പോൾ കത്തുന്നു. അതിന് കാരണമായത് ഘർഷണ ബലമാണ്. ഘർഷണ ബലം. വിഡ്ഢികളുടെ സ്വർണം എന്നറിയപ്പെടുന്നത്. വിഡ്ഢികളുടെ സ്വർണം എന്നറിയപ്പെടുന്നത് അയൺ പൈറൈറ്റ്സ് ആണ്. അയൺ പൈറൈറ്റ്സ് ആണ് വിഡ്ഢികളുടെ സ്വർണം എന്ന് അറിയപ്പെടുന്നത്. മെട്രോമാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത്. മെട്രോമാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് ഇ ശ്രീധരനാണ്. ഇ ശ്രീധരൻ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്ന ഭക്ഷ്യവിള ഏതാണ്? ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്ന ഭക്ഷ്യവിള നെല്ലാണ്. ഭാരതപ്പുഴയിൽ സ്ഥിതി ചെയ്യുന്ന ഏറ്റവും വലിയ അണക്കെട്ട് ഏതാണ്? ഭാരതപ്പുഴയിൽ സ്ഥിതി ചെയ്യുന്ന ഏറ്റവും വലിയ അണക്കെട്ടാണ് മലമ്പുഴ ഡാം. മലമ്പുഴ ഡാം. പൗരസ്ത്യ ദേശത്തെ ഇറ്റാലിയൻ എന്നറിയപ്പെടുന്ന ഭാഷ ഏത്? പൗരസ്ത്യ ദേശത്തെ ഇറ്റാലിയൻ എന്നറിയപ്പെടുന്നത് തെലുങ്കു ഭാഷയാണ്. തെലുങ്ക്. പ്രപഞ്ചത്തിലെ ഇഷ്ടികകൾ എന്നറിയപ്പെടുന്നത്. പ്രപഞ്ചത്തിലെ ഇഷ്ടികകൾ എന്നറിയപ്പെടുന്നത് തന്മാത്രകളാണ്. തന്മാത്രകൾ. പുതിയ 10 രൂപ നോട്ടിന്റെ പുറകിൽ ആലേഖനം ചെയ്തിരിക്കുന്ന ചിത്രം. 10 രൂപ നോട്ടിന്റെ പുറകിൽ ആലേഖനം ചെയ്തിരിക്കുന്നത് കൊണാർക്ക് സൂര്യക്ഷേത്രമാണ്. കൊണാർക്ക് സൂര്യക്ഷേത്രം. വിശക്കാത്ത ദൈവവും വിശക്കുന്ന മനുഷ്യനും ആരുടെ കൃതിയാണ്? വിശക്കാത്ത ദൈവവും വിശക്കുന്ന മനുഷ്യനും വി.ടി. ഭട്ടതിരിപ്പാടിന്റെ കൃതിയാണ്. വി.ടി. ഭട്ടതിരിപ്പാട്. സെറുസൈറ്റ് ഏതിന്റെ അയിരാണ്? സെറുസൈറ്റ് ലെഡിന്റെ അയിരാണ് സെറുസൈറ്റ്. സെറുസൈറ്റ് എന്തിന്റെ അയിരാണ്? ലെഡ്. ദേശസ്നേഹികളുടെ രാജകുമാരൻ എന്നറിയപ്പെട്ടത്. ദേശസ്നേഹികളുടെ രാജകുമാരൻ സുഭാഷ് ചന്ദ്രബോസ് ആണ്. സുഭാഷ് ചന്ദ്രബോസ്. ദി ബുക്ക് ഓഫ് ഇന്ത്യൻ ബേർഡ്സ് എന്ന ഗ്രന്ഥത്തിന്റെ കർത്താവ്. ദി ബുക്ക് ഓഫ് ഇന്ത്യൻ ബേർഡ്സ് സലീം അലിയാണ്. ഭാരതപ്പുഴയുടെ ഉത്ഭവസ്ഥാനം ആനമല. ഭാരതപ്പുഴയുടെ ഉത്ഭവസ്ഥാനം ആനമല. ദേശീയ ശാസ്ത്ര ദിനമായിട്ട് ആഘോഷിക്കുന്നത് എന്നാണ്? ദേശീയ ശാസ്ത്ര ദിനമായിട്ട് ആഘോഷിക്കുന്നത് ഫെബ്രുവരി 28-നാണ്. ഫെബ്രുവരി 28-നാണ് ദേശീയ ശാസ്ത്ര ദിനമായിട്ട് ആഘോഷിക്കുന്നത്. ദേശീയ ഗാനത്തിന്റെ ഹ്രസ്വരൂപം ആലപിക്കാനെടുക്കുന്ന സമയം. ദേശീയ ഗാനത്തിന്റെ ഹ്രസ്വരൂപം ആലപിക്കാനെടുക്കുന്നത് 20 സെക്കൻഡാണ്. ദേശീയ ഗാനം ആലപിക്കാനെടുക്കുന്നത് 52 സെക്കൻഡാണ്. ദേശീയ ഗാനത്തിന്റെ ഹ്രസ്വരൂപം ആലപിക്കാനെടുക്കുന്ന സമയം എത്രയെന്ന് ചോദിച്ചാൽ അത് 20 സെക്കൻഡാണ്. ജനഗണമന തുടക്കത്തിൽ അറിയപ്പെട്ടിരുന്നത് എങ്ങനെയാണ്? ജനഗണമന തുടക്കത്തിൽ അറിയപ്പെട്ടിരുന്നത് ഭാരത് വിധാത എന്നാണ്. ഭാരത് വിധാത. ഒരു വസ്തുവിന് സ്വയം അതിൻ്റെ നിശ്ചലാവസ്ഥയ്ക്കോ നേർരേഖ സമചലനത്തിനോ മാറ്റം വരുത്തുവാനുള്ള കഴിവില്ലായ്മയാണ് ജഡത്വം. ഒരു വസ്തുവിന് അതിൻ്റെ നിശ്ചലാവസ്ഥയ്ക്കോ സ്വയം അതിൻ്റെ നിശ്ചലാവസ്ഥയ്ക്കോ നേർരേഖ സമചലനത്തിനോ മാറ്റം വരുത്താനുള്ള കഴിവില്ലായ്മയാണ് ജഡത്വം. ചലിക്കുന്ന വസ്തുക്കൾക്ക് മറ്റു വസ്തുക്കളിൽ ആഘാതമേൽപ്പിക്കുവാനുള്ള കഴിവ്. ചലിക്കുന്ന വസ്തുക്കൾക്ക് മറ്റു വസ്തുക്കളിൽ ആഘാതമേൽപ്പിക്കുവാനുള്ള കഴിവാണ് ആക്കം. ജിയോഗ്രഫി എന്ന പദം രൂപം കൊണ്ടിരിക്കുന്നത് ഏത് ഭാഷയിൽ നിന്നാണ്? ജിയോഗ്രഫി എന്ന പദം രൂപം കൊണ്ടിരിക്കുന്നത് ഗ്രീക്ക് ഭാഷയിൽ നിന്നാണ്. ഗ്രീക്ക്. ദൈനംദിന കാലാവസ്ഥാ വ്യതിയാനത്തിന് കാരണമായ മണ്ഡലം ഏതാണ്? ദൈനംദിന കാലാവസ്ഥാ വ്യതിയാനത്തിന് കാരണമായത് ട്രോപ്പോസ്ഫിയർ ആണ്. ട്രോപ്പോസ്ഫിയർ. ടോട്ടൽ തിയേറ്റർ എന്നറിയപ്പെടുന്ന കലാരൂപം. ടോട്ടൽ തിയേറ്റർ എന്നറിയപ്പെടുന്ന കലാരൂപമാണ് കഥകളി. കഥകളി. രക്തം കട്ടപിടിക്കുന്നതിന് സഹായിക്കുന്ന ജീവകം. ജീവകം കെ ആണ് രക്തം കട്ടപിടിക്കുന്നതിന് സഹായിക്കുന്ന ജീവകം. ജീവകം കെ. ഇന്ത്യയിലെ ആദ്യ ദ്വീപ് ജില്ലയായിട്ട് പ്രഖ്യാപിക്കപ്പെട്ടത്. ഇന്ത്യയിലെ ആദ്യത്തെ ദ്വീപ് ജില്ല മാജുലിയാണ്. ആസാമിലെ മാജുലിയാണ് ഇന്ത്യയിലെ ആദ്യത്തെ ദ്വീപ് ജില്ല. ഇരവികുളം ദേശീയോദ്യാനത്തിൽ സംരക്ഷിക്കപ്പെട്ടിരിക്കുന്ന മൃഗം. ഇരവികുളം ദേശീയോദ്യാനത്തിൽ സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നത് നീലഗിരി താർ എന്ന വരയാടാണ്. നീലഗിരി താർ എന്ന വരയാട്. ഇന്ത്യയിൽ ഗിരികന്ധരങ്ങൾ സൃഷ്ടിക്കുന്ന ഏക നദി. ഇന്ത്യയിൽ ഗിരികന്ധരങ്ങൾ സൃഷ്ടിക്കുന്ന ഏക നദി സിന്ധു നദിയാണ്. സിന്ധു നദി.
ദക്ഷിണ നളന്ദ എന്നറിയപ്പെടുന്നത്? ദക്ഷിണ നളന്ദ. കാന്തളൂർ ശാലയാണ് ദക്ഷിണ നളന്ദ എന്ന് അറിയപ്പെടുന്നത്. ഭാരത് മാത എന്ന പ്രശസ്തമായ ചിത്രം വരച്ചത് ആരാണ്? ഭാരത് മാത എന്ന പ്രശസ്തമായ ചിത്രം വരച്ചത് അവനീന്ദ്രനാഥ് ടാഗോർ ആണ്. അവനീന്ദ്രനാഥ് ടാഗോർ. ഒരു അന്താരാഷ്ട്ര വേദിയിൽ ഇന്ത്യയുടെ ത്രിവർണ പതാക ആദ്യമായിട്ട് ഉയർത്തിയത് മാഡം ബിക്കാജി കാമയാണ്. ജർമ്മനിയിലെ സ്റ്റഡ്ഗട്ടിലാണ് മാഡം ബിക്കാജി കാമ ആദ്യമായിട്ട് ഇന്ത്യയുടെ ത്രിവർണ പതാക ഒരു അന്താരാഷ്ട്ര വേദിയിൽ ഉയർത്തിയത്. ബലത്തിന്റെ യൂണിറ്റ് ന്യൂട്ടൺ. ഒരു വസ്തുവിന് മുകളിലൂടെ മറ്റൊരു വസ്തു നീങ്ങുമ്പോൾ വസ്തുക്കളുടെ ചലനത്തെ തടസ്സപ്പെടുത്തുന്ന ബലം. ഒരു വസ്തുവിന് മുകളിലൂടെ മറ്റൊരു വസ്തു നീങ്ങുമ്പോൾ വസ്തുക്കളുടെ ചലനത്തെ തടസ്സപ്പെടുത്തുന്ന ബലമാണ് ഘർഷണബലം. മലയാള പത്രപ്രവർത്തനത്തിന്റെ ബൈബിൾ എന്നറിയപ്പെടുന്ന കൃതി. മലയാള പത്രപ്രവർത്തനത്തിന്റെ ബൈബിൾ എന്നറിയപ്പെടുന്ന കൃതിയാണ് വൃത്താന്ത പത്രപ്രവർത്തനം. മുണ്ടക്കയം ലഹളയ്ക്ക് നേതൃത്വം കൊടുത്തത് പൊയ്കയിൽ യോഹന്നാനാണ്. മറ്റൊരു രാജ്യത്തിന്റെ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാളിയാണ് ശ്രീനാരായണ ഗുരു. ശ്രീലങ്കയുടെ സ്റ്റാമ്പിലാണ്. കേരള കായിക മേഖലയിൽ നൽകുന്ന പരമോന്നത പുരസ്കാരമാണ് GV രാജ പുരസ്കാരം. തൊണ്ടമുള്ള് എന്നറിയപ്പെടുന്ന രോഗം. ഡിഫ്തീരിയ. അസുറൈറ്റ് ഏത് ലോഹത്തിന്റെ അയിരാണ്? ചെമ്പിന്റെ അയിരാണ് അസുറൈറ്റ്. ബ്രൗൺ കോൾ എന്നറിയപ്പെടുന്നത്? ലിഗ്നൈറ്റ്. എല്ലാ ആസിഡുകളിലും അടങ്ങിയിരിക്കുന്ന മൂലകം ഹൈഡ്രജൻ. ഇന്ത്യയുടെ വടക്കേ അറ്റം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഹിമാലയത്തിലെ പ്രദേശം ഏത്? ഇന്ത്യയുടെ വടക്കേ അറ്റം ഇന്ദിരാക്കോളാണ്. ഇന്ത്യയുടെ വടക്കേ അറ്റം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഹിമാലയത്തിലെ പ്രദേശം. പട്ടുനൂൽ വ്യവസായത്തിൽ ഒന്നാമതുള്ള സംസ്ഥാനം ഏതാണ്? കർണാടക. ദുർഗാപൂർ സ്റ്റീൽ പ്ലാന്റ് ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? പശ്ചിമ ബംഗാളിലാണ്. പ്രകാശം കടത്തിവിടാത്ത ഗ്ലാസ് സെറാമിക് ഗ്ലാസ്. ഇന്ത്യയിലെ ആദ്യത്തെ റബ്ബർ പാർക്ക് ഐരാപുരമാണ്. എറണാകുളം ജില്ലയിലെ ഐരാപുരം. കടൽ തീരമില്ലാത്ത ഏക കോർപ്പറേഷൻ തൃശ്ശൂർ. ISROയുടെ ആപ്തവാക്യം മാനവരാശിയുടെ സേവനത്തിനായി എന്നത് ഏതിൻ്റെ ആപ്തവാക്യമാണ് എന്ന് ചോദിക്കാം. ISROയുടെ ആപ്തവാക്യമാണ്. രണ്ടാം വട്ടമേശ സമ്മേളനത്തിൽ ഗാന്ധിജിയുടെ ഉപദേശകനായിരുന്നത് മദൻ മോഹൻ മാളവ്യയാണ്. സ്റ്റെതസ്കോപ്പ് കണ്ടുപിടിച്ചത് ആര്? റെനെ ലെനക്കാണ് സ്റ്റെതസ്കോപ്പ് കണ്ടുപിടിച്ചത്. പുതിയ കണക്കുകൾ പ്രകാരം എവറസ്റ്റിന്റെ ഉയരം എത്രയാണ്? 8848.86 മീറ്റർ ആണ്, അല്ലെങ്കിൽ 29,032 അടി. 8848.86 മീറ്റർ. ഏറ്റവും കൂടുതൽ സമുദ്രതീരമുള്ള ഇന്ത്യൻ സംസ്ഥാനം ഗുജറാത്താണ്. പോണ്ടിച്ചേരിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ഫ്രാങ്കോയി മാർട്ടിൻ ആണ്. ഭക്ഷണം കടന്നു ചെല്ലുമ്പോൾ അന്നനാളത്തിന്റെ തരംഗരൂപത്തിലുള്ള ചലനമാണ് പെരിസ്റ്റാൾസിസ്.
പെരിസ്റ്റാൾസിസ് എന്നത് അന്നനാളത്തിന്റെ തരംഗ രൂപത്തിലുള്ള ചലനമാണ്. ഭൗതിക വസ്തുക്കളുടെ ഡാഷ് മൂലമാണ് ശബ്ദം ഉണ്ടാകുന്നത്. ഭൗതിക വസ്തുക്കളുടെ കമ്പനം മൂലമാണ് ശബ്ദം ഉണ്ടാകുന്നത്. വളരെ താഴ്ന്ന ഊഷ്മാവിനെ കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത്. വളരെ താഴ്ന്ന ഊഷ്മാവിനെ കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത് ക്രയോജെനിക്സ് എന്നാണ്. ക്രയോജെനിക്സ്, വളരെ താഴ്ന്ന ഊഷ്മാവിനെ കുറിച്ചുള്ള പഠനം. കെ കേളപ്പന്റെ അറസ്റ്റിനു ശേഷം ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ആര്? കെ കേളപ്പന്റെ അറസ്റ്റിന് ശേഷം ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് മൊയ്യാരത്ത് ശങ്കരനാണ്. മൊയ്യാരത്ത് ശങ്കരൻ. കോശത്തിൽ മർമ്മം ഇല്ലാത്ത ജീവികൾ അറിയപ്പെടുന്ന പേര്. കോശത്തിൽ മർമ്മം ഇല്ലാത്ത ജീവികൾ അറിയപ്പെടുന്നത് പ്രോകാരിയോട്ടുകൾ എന്നാണ്. പ്രോകാരിയോട്ടുകൾ, കോശത്തിൽ മർമ്മം ഇല്ലാത്ത ജീവികൾ. ജലം നിറച്ച ഗ്ലാസിന്റെ അടിയിൽ വെച്ചിരിക്കുന്ന നാണയം അല്പം ഉയർന്നതായിട്ട് തോന്നാൻ കാരണം. ജലം നിറച്ച ഗ്ലാസിന്റെ അടിയിൽ വെച്ചിരിക്കുന്ന നാണയം അല്പം ഉയർന്നതായിട്ട് തോന്നുവാൻ കാരണം അപവർത്തനമാണ്. അപവർത്തനം. ഇന്ത്യയിൽ വോട്ടിംഗ് പ്രായം 21 നിന്നും 18 മാറ്റിയ ഭരണഘടനാ ഭേദഗതി. ഇന്ത്യയിൽ വോട്ടിംഗ് പ്രായം 21 നിന്നും 18 മാറ്റിയ ഭരണഘടനാ ഭേദഗതിയാണ് 61 ഭേദഗതി. 61 ഭേദഗതി. അസ്ഥികളെക്കുറിച്ചുള്ള പഠനം. അസ്ഥികളെക്കുറിച്ചുള്ള പഠനമാണ് ഓസ്റ്റിയോളജി. അസ്ഥികളെക്കുറിച്ചുള്ള പഠനം ഓസ്റ്റിയോളജി. ലോകസഭയിലും രാജ്യസഭയിലും അംഗമായ മലയാളി വനിത. ലോകസഭയിലും രാജ്യസഭയിലും അമ്മു സ്വാമിനാഥനാണ്. അമ്മു സ്വാമിനാഥൻ. ആന്ധ്ര കേസരി എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന നേതാവ്. ആന്ധ്ര കേസരി എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന നേതാവ് ടി പ്രകാശമാണ്. ടി പ്രകാശം. ഇന്ത്യയിൽ സിനിമാ രംഗത്തെ ഏറ്റവും ഉയർന്ന അവാർഡ്. ഇന്ത്യയിൽ സിനിമാ രംഗത്തെ ഏറ്റവും ഉയർന്ന അവാർഡ് ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡാണ്. ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡാണ് ഇന്ത്യയിൽ സിനിമാ രംഗത്തെ ഏറ്റവും ഉയർന്ന അവാർഡ്. ആരുടെ ആത്മകഥയാണ് തുടിക്കുന്ന താളുകൾ? തുടിക്കുന്ന താളുകൾ എന്നത് ചങ്ങമ്പുഴയുടെ ആത്മകഥയാണ്. ചങ്ങമ്പുഴ. ഗുരുത്വാകർഷണ നിയമം ആവിഷ്കരിച്ചത് ആര്? ഗുരുത്വാകർഷണ നിയമം ആവിഷ്കരിച്ചത് ന്യൂട്ടനാണ്. ന്യൂട്ടൺ. ശബ്ദത്തെക്കുറിച്ചുള്ള പഠനം. ശബ്ദത്തെക്കുറിച്ചുള്ള പഠനമാണ് അക്കോസ്റ്റിക്സ്. ശബ്ദത്തെക്കുറിച്ചുള്ള പഠനം അക്കോസ്റ്റിക്സ്. പ്ലേറ്റ്ലെറ്റുകൾ രൂപം കൊള്ളുന്നത് എവിടെയാണ്? പ്ലേറ്റ്ലെറ്റുകൾ രൂപം കൊള്ളുന്നത് അസ്ഥിമജ്ജയിലാണ്. പ്ലേറ്റ്ലെറ്റുകൾ രൂപം കൊള്ളുന്നത് അസ്ഥിമജ്ജ. മനുഷ്യ ശരീരത്തിന്റെ സാധാരണ താപനില എത്ര ഫാരൻഹീറ്റ് ആണ്? മനുഷ്യ ശരീരത്തിന്റെ സാധാരണ താപനില എന്ന് പറയുന്നത് 98.6 ഫാരൻഹീറ്റ് ആണ്. 98.6 ഫാരൻഹീറ്റ്. കശുവണ്ടിയുടെ തോടിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ്. കശുവണ്ടിയുടെ തോടിൽ അടങ്ങിയിരിക്കുന്ന ആസിഡാണ് അനാകാർഡിക് ആസിഡ്. അനാകാർഡിക് ആസിഡ്. മാംസ്യ സംശ്ലേഷണത്തിൽ സുപ്രധാന പങ്ക് വഹിക്കുന്ന മൂലകം. മാംസ്യ സംശ്ലേഷണത്തിൽ സുപ്രധാന പങ്ക് വഹിക്കുന്ന മൂലകമാണ് മഗ്നീഷ്യം. മഗ്നീഷ്യം. പ്രകൃതിയിൽ ഏറ്റവും കൂടുതലുള്ള കാർബണിക സംയുക്തം. പ്രകൃതിയിൽ ഏറ്റവും കൂടുതലുള്ള കാർബണിക സംയുക്തമാണ് സെല്ലുലോസ്. ലാവാപ്രവാഹത്തിന്റെ ഫലമായി രൂപം കൊള്ളുന്ന മണ്ണിനം ഏത്? ലാവാപ്രവാഹത്തിന്റെ ഫലമായിട്ട് രൂപം കൊള്ളുന്ന മണ്ണിനമാണ് കറുത്ത മണ്ണ്. കറുത്ത മണ്ണ്. സൂര്യനും ഭൂമിക്കും ഇടയിൽ ശുക്രൻ കടന്നു വരുന്ന പ്രതിഭാസം. സൂര്യനും
ഭൂമിക്കും ഇടയിൽ ശുക്രൻ കടന്നു വരുന്ന പ്രതിഭാസമാണ് ശുക്രസന്ധരണം. ശുക്രസന്ധരണം. നളചരിതമാട്ടക്കഥയെ കേരള ശാകുന്തളം എന്ന് വിശേഷിപ്പിച്ചത് ആര്? നളചരിതമാട്ടക്കഥയെ കേരള ശാകുന്തളം എന്ന് വിശേഷിപ്പിച്ചത് ജോസഫ് മുണ്ടശ്ശേരിയാണ്. ജോസഫ് മുണ്ടശ്ശേരി. ദൂരദർശന്റെ ലോഗോയിലെ ആപ്തവാക്യം. ദൂരദർശന്റെ ലോഗോയിലെ ആപ്തവാക്യം സത്യം ശിവം സുന്ദരം എന്നാണ്. സത്യം ശിവം സുന്ദരം. ഈ ക്ലാസ്സിലെ അവസാനത്തെ ചോദ്യമാണ് കൊല്ലത്തെ തിരുനെൽവേലിയുമായിട്ട് ബന്ധിപ്പിക്കുന്ന ചുരം. കൊല്ലത്തെ തിരുനെൽവേലിയുമായിട്ട് ബന്ധിപ്പിക്കുന്ന ചുരം ആര്യങ്കാവ് ചുരമാണ്. ആര്യങ്കാവ് ചുരമാണ് കൊല്ലത്തെ തിരുനെൽവേലിയുമായിട്ട് ബന്ധിപ്പിക്കുന്ന ചുരം. കൂടുതൽ പ്രധാനപ്പെട്ട ചോദ്യങ്ങളുമായി അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.